തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായേക്കും. ഇരുസഭകളിലും വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ എംപിമാർ ഇന്നും നോട്ടീസ് നൽകും. എസ്ഐആറിന് പുറമെ ഡൽഹിയിലെ വായുമലിനീകരണം, ഡൽഹി സ്ഫോടനം തുടങ്ങിയ വിഷയങ്ങളിലും പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ്. അതിനിടെ എസ്ഐആറിനെതിരായ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേരളത്തിലെ എസ്ഐആർ നടപടികൾ മാറ്റിവെക്കില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം നൽകിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി എം ജി മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ഇന്ന് എന്തൊക്കെയാകും ചർച്ചയാവുക? കൂടുതൽ വിവരങ്ങൾ. അനുശ്രീ, പാർലമെന്റ് നടപടികൾ ഇന്നും പാർലമെന്റിലെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായുള്ള സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് SIR വിഷയത്തിൽ വീണ്ടും ഇന്ന് പ്രതിപക്ഷ എംപിമാർ നോട്ടീസ് നൽകും. ഇതിലൊരു വിശദമായ ചർച്ച വേണമെന്നുള്ള ആവശ്യം കഴിഞ്ഞ സമ്മേളനത്തിലും സമാനമായ രീതിയിലുള്ള വിഷയം പ്രതിപക്ഷ അംഗങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോഴൊന്നും തന്നെ സർക്കാർ ഈ ഒരു ചർച്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. ഇത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്, അതുകൊണ്ട് തന്നെ ചർച്ചയ്ക്കെടുക്കാൻ സാധിക്കില്ല എന്നുള്ള നിലപാടായിരുന്നു മുൻകാലങ്ങളിലും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നത്. അതേ രീതിയിലുള്ള നടപടി തന്നെയാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ഇന്നലെയാണ് ആരംഭിച്ചത്. അപ്പോഴും തുടക്കം മുതൽ തന്നെ, അതായത് പാർലമെന്റിന്റെ നടപടികൾ ആരംഭിക്കുമ്പോൾ മുതൽ തന്നെ ഈ SIR വിഷയം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ വലിയ രീതിയിൽ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിക്കുകയായിരുന്നു. നടുത്തളത്തിലിറങ്ങി വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് പലതവണ ലോക്സഭ തടസ്സപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. രാജ്യസഭയിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. പ്രത്യേകിച്ച് പുതിയ വൈസ് പ്രസിഡന്റ് ചാർജെടുത്തതുമായി ബന്ധപ്പെട്ട ആദ്യം തുടക്ക സമയങ്ങളിൽ മാത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത് സംസാരിക്കുന്ന ആ വേളയിൽ മാത്രമായിരുന്നു പ്രതിപക്ഷാംഗങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടാകാത്ത സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം വീണ്ടും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും രാജ്യസഭയും പലതവണ തടസ്സപ്പെടുകയും ചെയ്യുകയും ചെയ്തു. ഇന്നലെയും അങ്ങനെ പൂർണ്ണമായും ഈ പ്രതിപക്ഷ പ്രതിഷേധത്താൽ പാർലമെന്റിന്റെ ഇരുസഭകളും മുങ്ങുന്ന കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത്. രാജ്യസഭയിൽ നിന്ന് പ്രതിപക്ഷം വാക്കൗട്ട് ചെയ്യുന്ന നടപടികളിലേക്ക് പോലും, അങ്ങനെയുള്ള കടുത്ത നടപടികളിലേക്ക് പോലും കടക്കുകയും ചെയ്തു. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട ബില്ലുകൾ, ഒന്ന് ഈ മണിപ്പൂരിലെ GST ആദായ നികുതിയുമായി ബന്ധപ്പെട്ടുള്ള ബില്ലടക്കം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷമില്ലാതെ ഭരണപക്ഷം പാസ്സാക്കിയെടുക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഇന്ന് വീണ്ടും ഈ SIRന് പുറമെ മറ്റ് രണ്ട് വിഷയങ്ങൾ കൂടി, ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, ഒപ്പം തന്നെ ഡൽഹിയിലെ വായുമലിനീകരണവുമായി വിഷയം, ഇതടക്കം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ എംപിമാർ ഇന്ന് വീണ്ടും നോട്ടീസ് നൽകുകയും ചെയ്യും. പാർലമെന്റിന്റെ കവാടത്തിനു മുന്നിൽ ഈ പ്രതിപക്ഷ എംപിമാരുടെ പ്രതിഷേധമുണ്ടാകും. അതിനുശേഷം സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ ഇന്നും അതിനോട് സഹകരിക്കേണ്ടതില്ല, ഈ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് പ്രതിപക്ഷ അംഗങ്ങളുള്ളത്. അതേസമയം ഈ SIRമായി ബന്ധപ്പെട്ട് കേരളമടക്കം നൽകിയിട്ടുള്ള ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നുണ്ട്. സുപ്രീം കോടതി ഇന്നത് പരിഗണിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ഈ സുപ്രീം കോടതിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. അതായത് ഒരു തരത്തിലും ഇനി സമയം നീട്ടി നൽകാനാകില്ല എന്ന നിലപാട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ BLAമാരുടെ മരണം അതിനിടയാക്കിയ കാര്യങ്ങൾ അത് ഈ സമ്മർദ്ദം മൂലമല്ല, അതുകൊണ്ട് തന്നെ ഈ ഹർജികളെല്ലാം തന്നെ തള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ്, അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് CPM-ഉം CPI-യും കോൺഗ്രസും ഒപ്പം തന്നെ മുസ്ലിം ലീഗും ചാണ്ടി ഉമ്മനും അടക്കമുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ചാണ്ടി ഉമ്മനുമാണ് ഇത്തരത്തിൽ ഹർജികൾ സമർപ്പിച്ചിരിക്കുന്നത്. ഈ ഹർജികൾ പരിഗണിച്ചുകൊണ്ട് ഇന്ന് എന്ത് നിലപാട് ഈ വിഷയത്തിൽ കോടതി സ്വീകരിക്കുമെന്നുള്ളതാണ്. സ്വാഭാവികമായും നേരത്തെ ഈ വിഷയത്തിൽ സുപ്രീം കോടതി ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, അടുത്തിടെ, അതായത് ഈ മാസം 9-ാം തീയതിയായിരുന്നു ആദ്യം ഈ കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്ന തീയതി നിശ്ചയിച്ചിരുന്നത്. 12 സംസ്ഥാനങ്ങളിലും ആ നടപടി കുറച്ചുകൂടി നീട്ടി നൽകിയിട്ടുണ്ടായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതായത് ഈ മാസം 16-ന് മാത്രമായിരിക്കും കരട് പട്ടിക പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരാഴ്ച കൂടെ സമയം അനുവദിച്ച് നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ സമയം നീട്ടി നൽകാനാകില്ല എന്നുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടിനൊപ്പം സുപ്രീം കോടതി എത്താനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് ഇന്ന് ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ ഒരു ഹർജികൾ പരിഗണിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് BLAമാർ ഈ കഴിഞ്ഞ കുറേ നാളുകളായി, അതായത് ഇതിന്റെ സമ്മർദ്ദം താങ്ങാവുന്നതിനും അപ്പുറമാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയധികം നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ സമ്മർദ്ദം മൂലം പലരും മരണപ്പെടുന്ന സ്ഥിതിവിശേഷം, കേരളത്തിലും സമാനമായ രീതിയിൽ കണ്ണൂരിൽ ഒരാൾ മരണപ്പെടുന്ന സ്ഥിതിവിശേഷം, അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വിഷയം സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 81% നടപടികൾ പൂർത്തീകരിച്ചതായി സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട്. ഈ ഫോമുകളൊക്കെ, എന്യൂമറേഷൻ ഫോമുകളൊക്കെ DG
ഡിജിറ്റൈസ് ചെയ്ത് അവയൊക്കെ 81% തിരികെ എത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതലാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. കാരണം അതൊക്കെ ഫയൽ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ്. ഏകദേശം ഒരു 90%-ഓളം ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള അവകാശവാദമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെടുകയും ചെയ്യുന്നുള്ളത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു 7 ദിവസം കൂടി അധികം ലഭിച്ചതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു കടുത്ത തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനുസരി ശരി, MG മിഥുനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.